പണ്ട് നമ്മളെ ഫെയർ ആൻഡ് ലവ്ലി ഒക്കെ വന്ന പോലെ ഈ അടുത്തിടെ ഹൈപ്പായ ഒരു കാര്യമാണ് ഗ്ലൂട്ടതയോൺ അല്ലേ? അപ്പം കുറേ ആളുകൾ ഗ്ലൂട്ടതയോൺ ഷോട്ട്സ് എടുക്കുന്നു. പക്ഷെ അതിൻ്റെ ഇപ്പോഴും നല്ലതാണോ ചീത്തയാണോ എന്നുള്ള കാര്യത്തിൽ ഭയങ്കര കോൺട്രവേഴ്സി ഉള്ളൊരു കാര്യമാണ്. സോ ഡോക്ടറിൻ്റെ ഒരു അഭിപ്രായത്തിൽ ഗ്ലൂട്ടതയോൺ എടുക്കാൻ നല്ലതാണോ, സൈഡ് എഫക്ട്സ് ഉണ്ടോ, എന്താ അതിൻ്റെ? ഗ്ലൂട്ടതയോൺ ആസ് എ മോളിക്യൂൾ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അത് വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഈ ടോക്സിൻസ് ഒക്കെ നമ്മുടെ ബോഡിയിൽ വരുമ്പം അത് ഡീടോക്സിഫൈ ചെയ്യാനായിട്ട് ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഗ്ലൂട്ടതയോൺ. അപ്പോൾ അത് നമ്മൾ ബോഡിയിലിടും കൂടുതലായിട്ട് ഇങ്ങനെ നമ്മളെ ശരീരത്തിലേക്ക് വരുമ്പം അതിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റ് ആണ് വൈറ്റനിങ്. ആ ഒരു കോൺസെപ്റ്റ് എടുത്തിട്ടാണ് ഈ മലയാളികൾക്ക് ഇങ്ങനെ വൈറ്റനിങ് ഗ്ലൂട്ടതയോൺ വൈറ്റനിങ്. അപ്പോൾ ഈ വൈറ്റനിങ് എന്ന് പറഞ്ഞാൽ ഒരു 2-3 ഷെയ്ഡ് കളർ ഡിഫറൻസ് ഒക്കെ വരണമെങ്കിൽ ഈ ഗ്ലൂട്ടതയോൺ നല്ല ഹൈ ഡോസിൽ വേണം നമ്മൾ IV ആയിട്ട് ഇഞ്ചെക്ട് ഇങ്ങനെ ഇൻട്രാവീനസ് ആയിട്ട് വെയിനിൽ കൂടെ ഇടാനായിട്ട്. അപ്പം ഞാൻ ആസ് എ ഡെർമറ്റോളജിസ്റ്റ് ഞാനിങ്ങനെ ഹൈ ഡോസ് ഗ്ലൂട്ടതയോൺ പ്രൊമോട്ട് ചെയ്യാറില്ല. അത് നമുക്ക് ലോങ് ടേം സൈഡ് എഫക്ട്സ് ഉണ്ടാവാമല്ലോ. എന്തും അധികമായാല് അല്ലേ അമൃതം വിഷം എന്ന് പറയുന്ന പോലെ ഈ ഗ്ലൂട്ടതയോൺ വെരി ഹൈ ഡോസിൽ ഒരു വൈറ്റനിങ് ട്രീറ്റ്മെന്റ് ആയിട്ട് ഞാൻ പ്രൊമോട്ട് ചെയ്യാറില്ല. പക്ഷേ അതിനേക്കാളും ഉപരി ഞാൻ IV ന്യൂട്രിയൻ തെറപ്പീനെ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. IV ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ വൈറ്റമിൻസ്. ഞാൻ പറഞ്ഞില്ലേ നമ്മളെല്ലാവരും ഈ നമ്മളെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് നമ്മൾ മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻ്റ് ആയിരിക്കും നമ്മളെ ബോഡിയിലെ. അപ്പം നമ്മൾ IV ന്യൂട്രിയൻസ് ഈ ഗ്ലൂട്ടതയോൺ അല്ല NAC എന്നൊക്കെ പറഞ്ഞ ഡ്രിപ്സ് ഉണ്ട്. അതിലിപ്പോൾ നല്ല വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ IV ന്യൂട്രിയൻസ് നമ്മൾ അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് ആണ് ഞാൻ പ്രൊമോട്ട് ചെയ്യാറ്. അപ്പോൾ അത് നമ്മളെ ബോഡിയിലെ ന്യൂട്രിയൻസിനെ പരിപോഷിപ്പിക്കും. അതുകൊണ്ട് നമ്മൾ നോർമലി നമ്മുടെ ബോഡി തന്നെ അത് ഗ്ലൂട്ടതയോൺ ആയിട്ട് മാറും. അങ്ങനെ ഗ്ലൂട്ടതയോൺ പ്രൊഡക്ഷനെ അത് സഹായിക്കും. അപ്പൊ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, അത് പറഞ്ഞപ്പോഴാണ് ഇതിന്റെ കൂടെ എനിക്ക് ഓർമ്മ വന്നൊരു കാര്യം, ഗമ്മീസ്. ഈ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ പറയാ ഈ ഗമ്മീസ് നിങ്ങൾ കഴിച്ചോ, നിങ്ങളെ കൊളാജൻ ബൂസ്റ്റ് ആകും, സ്കിൻ ഇങ്ങനെ ആകും, ഹെയർ ഫോള് പോകും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകൾ പ്രൊമോട്ട് ചെയ്യുന്ന കണ്ടിട്ട്. ആക്ച്വലി ഈ ഗമ്മീസ് ഒക്കെ നല്ലതാണോ, യൂസ്ഫുൾ ആണോ? ഗമ്മീസിലും ഇതേ പറയുന്ന സാധനമാണ് ഈ മൈക്രോ ന്യൂട്രിയൻസ്, അതായത് വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉണ്ടാവാം. പക്ഷെ നമുക്കൊരു ഗട്ട് ഹെൽത്തും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഈ ഗമ്മീസും അതിനകത്ത് ചിലപ്പോൾ എത്രത്തോളം അതിനകത്ത് ഉണ്ടെന്ന് അറിയില്ല. ഒന്നാമത് ഈ ഗമ്മീസിൽ പിന്നെ അതിന്റെ കൂടെ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസും അതൊക്കെ അല്ലേ, അത് മധുരമല്ലേ നല്ല ഇങ്ങനെ ഗമ്മീസ്. അപ്പോൾ ഈ അത് നമ്മൾ വിചാരിച്ച രീതിയിൽ അതിന് ഇമ്പ്രൂവ്മെന്റും ഉണ്ടാവില്ല ശരീരത്തിന്. അതിനുപരി വെറുതെ ഇങ്ങനത്തെ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ഒക്കെ ഇങ്ങനെ ശരീരത്തിലേക്ക് പോവുകയല്ലേ ചെയ്യുക. അപ്പൊ അതിനേക്കാൾ നമ്മൾ ഡയറ്റ് ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ നോർമലി നമ്മളെ ബോഡിയിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ന്യൂട്രിയൻ അബ്സോർപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതാണ് ഇമ്പോർട്ടന്റ് എന്നാണ് ഞാൻ പറയാം. ഓക്കെ, അപ്പം ആക്ച്വലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറിനെ കണ്ടിട്ട് കറക്റ്റ് സപ്ലിമെന്റ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മള് ക്ലിനിക്കിൽ ചെയ്യുന്ന പോലെ ഞാൻ അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു തോട്ട് പ്രോസസ് ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ നമ്മളിപ്പോൾ ബിസി ലൈഫ് സ്റ്റൈലിൽ നമുക്ക് ഒരു ഡയറ്റ് ഒന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. പക്ഷെ എനിക്കറിയാം ഇപ്പോൾ ഒരു ആക്നി ആയിട്ട് വരുന്നതോ അങ്ങനെയൊക്കെ പേഷ്യൻസ് വരുമ്പോൾ എന്തായാലും അവർക്ക് ഡയറ്റ് പ്രോബ്ലംസ് ഉണ്ടാവും, ഗട്ട് ഇഷ്യൂസ് ഉണ്ടാവും, ബ്ലോട്ടിങ് അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാവും. അത് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഈ ബിസി ഷെഡ്യൂളിൽ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ഡയറ്റീഷ്യൻ നമ്മൾ എന്താണോ അത് റൈറ്റ് ഇതും കൂടെ പറഞ്ഞു കൊടുക്കണം പേഷ്യൻസിന്. അപ്പോൾ നമ്മളെ ക്ലിനിക്കിൽ അങ്ങനെയാണ് ആ ഒരു ഗട്ട് സ്കിൻ റീസെറ്റ് പ്ലാൻ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്കിൻ പ്രോബ്ലംസും ഗട്ടിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നല്ലൊരു ഡയറ്റ് പറഞ്ഞു കൊടുത്തിട്ട് അവരെ റീസെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആൾക്കാർക്ക് അറിയില്ല എന്താണ് റൈറ്റ് ഡയറ്റ് എന്ന്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എന്ത് കഴിക്കണം എന്ത് കഴിക്കേണ്ടെന്ന് നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഒരു 6 weeks ഒക്കെ നമ്മൾ എന്തും അതിങ്ങനെ പരിചയിക്കുമ്പോൾ നമുക്ക് പിന്നീട് ഒരു 6 ആഴ്ചേൻ്റെ ഒരു പ്ലാന് ഒരു ഷെഡ്യൂളിൽ കൂടെ പോവുകയാണ്. ഒരാൾ 6 ആഴ്ച 12 ആഴ്ച കഴിക്കും. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലാവും, നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും അവരെന്താണ് എന്താണ് അവർ റൈറ്റ് ആയിട്ട് കഴിക്കേണ്ടതെന്ന്.